മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 6 6ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ സംഖ്യാബന്ധങ്ങൾ, നമ്പർ റിലേഷൻസ്, അതിൻ്റെ 4ാമത്തെ ഭാഗമാണ്, പാർട്ട് 4 ആണ് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകൾ എല്ലാ കുട്ടികളും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. 155ാമത്തെ പേജിലത്തെ 6ാമത്തെ ചോദ്യമാണ് ഇന്ന് തുടങ്ങുന്നത്. പേജ് 155-ലെ 6th ക്വസ്റ്റ്യൻ, which is the least 4-digit number with any digit repeating, which is a multiple of 9. എന്താണ് ചോദ്യം? വാട്ട് അബൌട്ട് ദ ലീസ്റ്റ് 5-digit numbers എന്നാണ് ചോദ്യം. അതായത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ, അക്കങ്ങൾ ആവർത്തിക്കാതെ വരുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ, അത് 9ന്റെ ഗുണിതമായിരിക്കണം. ഏറ്റവും ചെറിയ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ആ നമ്പറിന്റെ ആദ്യം നമ്മൾ തുടങ്ങുന്നത് 1-ൽ നിന്നായിരിക്കും അല്ലേ? 0, 1, 2, 3 നമ്പറാണ് നമ്മൾ സ്വീകരിക്കുക. അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ പറയുമ്പോൾ തുടങ്ങുന്നത് 1-ലാണ്. 0 തുടങ്ങാൻ കഴിയില്ല, അപ്പൊ 1-ലാണ് തുടങ്ങുക. രണ്ടാമത്തെ നമ്പർ നമുക്ക് 0 കൊടുക്കാം. അപ്പൊ ഇനി 0ഉം 1ഉം ഇനി അടുത്ത സ്ഥാനത്തേക്ക് 2 സ്ഥാനങ്ങളിൽ വന്നുകൂടാ. 0ഉം വന്നുകൂടാ, 1ഉം വന്നുകൂടാ. പിന്നെ എത്ര വരാൻ പറ്റും? 2 വരാൻ പറ്റും. 2. അപ്പൊ 1, 0, 2 3 നമ്പറായി. ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, 9ന്റെ ഗുണിതം ആയിരിക്കണം. 9ന്റെ ഗുണിതങ്ങളുടെ പ്രത്യേകത എന്താണ്? അവയുടെ അക്കങ്ങളുടെ തുക 9ഓ 18ഓ ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പൊ ഇവിടെ നോക്കുക, 1ഉം 0ഉം 1, 1ഉം 2ഉം 3 വരെ കിട്ടി. 3ഉം കഴിച്ചാൽ ഇനി 9 ആവാൻ എത്ര വേണം? 6 വേണം. അപ്പൊ അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതെല്ലാം സംഖ്യകളുടെ തുക 9ന്റെ ഗുണിതമാണ്. അപ്പൊ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ നമുക്ക് കിട്ടി 1026. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ഓക്കെ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് ദ ലീസ്റ്റ് 5-digit നമ്പർ? എങ്കിൽ ഈ 4 അക്കം നമ്മൾ കണ്ടുപിടിച്ചു, 4 ഡിജിറ്റ് കണ്ടുപിടിച്ചു. ഇനി 5-digit നമ്പർ വരുമ്പം ഏറ്റവും ചെറുത് ഏതായിരിക്കും? നമുക്ക് ഇതേമാതിരി തുടങ്ങി നോക്കാം. നോക്ക്, 1 ഫസ്റ്റ് ലെറ്റർ, പിന്നെ 0 എന്ന് നമുക്ക് എഴുതാം. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് 2 ആണ്. 2 എഴുതി കഴിഞ്ഞാൽ 5 നമ്പർ വേണം അല്ലേ? 1, 0, 2 ഡാഷ് ഡാഷ് 5 നമ്പർ വേണം. 2 എഴുതി കഴിഞ്ഞാൽ ഈ 1ഉം 0ഉം 2ഉം കൂട്ടിയാൽ നമുക്ക് 3 കിട്ടി. 3 കിട്ടി, നമുക്ക് 3 കിട്ടി. ഇനി 6 ആണ് വേണ്ടത്. അപ്പൊ ഇനി അടുത്ത നമ്പർ നമുക്ക് എഴുതാൻ പറ്റുന്നത് 3 ആണ്. കാരണം 3 വന്നിട്ടില്ല. പക്ഷെ 3 വന്നാൽ 9ന്റെ ഗുണിതാവുമ്പോൾ എന്താ സംഭവിക്കുക? 1ഉം 0ഉം 2, 1ഉം 2 3, 3 3 6. ഇവിടെ 3 വരണം, എങ്കിൽ മാത്രം 9ന്റെ ഗുണിതാവുള്ളൂ. എല്ലാം കൂട്ടിയാൽ 9 കിട്ടും, 9 കിട്ടും. അപ്പൊ പക്ഷെ എന്താ? 3 റിപ്പീറ്റ് ചെയ്തു. അപ്പൊ 3 ഒരിക്കലും വരില്ല. അപ്പൊ അത് പാളി. അടുത്ത നമ്പർ നോക്കാം, 1 0 2 ഇവിടെ എഴുതാം. 3ന് പകരം 4 എഴുതി നോക്കുക. 4 എഴുതിയാൽ എല്ലാം കൂട്ടിയാൽ 9 കിട്ടണം. അപ്പൊ 1 2 3 4 7, ഇവിടെ 2 വരണം. പക്ഷെ അന്നേരം 2 ഇവിടെ ആവർത്തിച്ചു വന്നു, അപ്പൊ 2ഉം വരില്ല. അടുത്ത നമ്പർ നോക്കാം, 1 0 2, 4ന് പകരം 5 എഴുതി നോക്കാം. അപ്പൊ 1 2 3, 3 5 8, സം ഓഫ് ഡിജിറ്റ് അക്കം കൊടുക്കുക 8. അപ്പൊ പിന്നെ വരുന്നത് 1 വരേണ്ടത്. പക്ഷെ ഇതും എന്താണ്? 9ന്റെ ഗുണിതാണ്. പക്ഷെ 1 ഇവിടെ ആവർത്തിച്ചു വന്നു. ശ്രദ്ധിക്കണേ. അടുത്ത് നോക്കാം, 1 0 2 നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. 5 വരെ നമുക്ക് ഇവിടെ വന്നു. ഇങ്ങനെയുള്ള നമ്പർ ഒന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ആവുന്നില്ല. ഇനി 5ന് പകരം 6 എഴുതി നോക്കാം. 1 0 2 6 മാറ്റി എഴുതാം. 1 0 2 എഴുതി, ഇവിടെ 6 എന്ന് എഴുതി നോക്കാം. അപ്പൊ എന്താ വരിക? 1 2 3, 3 6 9. പിന്നെ 0 വരാം. പക്ഷെ 0 വന്നാൽ 9 ആവും. പക്ഷെ 0 വരാൻ പറ്റില്ല. എന്താ കാരണം? ഇവിടെ 0 ആവർത്തിച്ചിട്ട് വന്നു. അപ്പൊ അതും നടക്കില്ല. അടുത്തത് നോക്കാം, 1 0 2 6 9 എന്ന് വന്നാലോ? നോക്കിയാൻ, ഇതെല്ലാം കൂട്ടി നോക്കിയാൻ. 1 0 1, 1 2 3, 3 6 9, 9 9 18. 18 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിനെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഏത്? 1 0 2 6 9. അതിന് തൊട്ട് മുമ്പിൽ എഴുതിയ നമ്പറുകൾ ഒന്നും എന്താവില്ല, ശരിയായിട്ട് വരില്ല. അപ്പൊ ആൻസർ നമുക്ക് കിട്ടും 1 0. ഇവിടെ എഴുതാം, 1 0 2 6 9. ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായി ഇത് എഴുതിയ മാതിരി കൃത്യം മനസ്സിലാക്കി പഠിച്ച് മിടുക്കരാവുക. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് 9ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിൽ 9ന്റെ കളികൾ എന്നുള്ള ഒരു സൈഡ് ഹെഡിങ്ങിൽ നമുക്ക് എഴുതി തന്നതിൽ എന്തൊക്കെയാണ് അതിൽ നമുക്ക് കൂടുതൽ പഠിക്കാൻ ആവുന്നത് എന്ന് നമുക്ക് നോക്കാം.
നോക്ക്, ഞാനിത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, ബോർഡൊന്ന് മായ്ക്കട്ടെ. ഓക്കെ, ബോർഡ് ഞാൻ മായ്ച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ക്ലാസ്സിലേക്ക് വരാം. നോക്കിക്കോ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ടെക്സ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഏത് സംഖ്യയും 9ന്റെ ഒരു ഗുണിതവും അതിലെ അക്കങ്ങളുടെ തുകയും കൂട്ടിയതാണ്. എല്ലാ കുട്ടികൾക്കും അറിയാലോ. എനി നമ്പർ എന്ന് പറയുന്നത് എന്താ? സം ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 9ഉം പിന്നെ ഏത് സം ഓഫ് ഡിജിറ്റും തമ്മിലുള്ള സമ്മാണ്. ഓക്കെ, അത് എല്ലാവർക്കും നേരത്തെ നമ്മൾ പ്രത്യേകതയിൽ പറഞ്ഞ് പഠിച്ചതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതിൽ നമുക്ക് കിട്ടും. എന്താണ്? ഏത് സംഖ്യയിൽ നിന്നും അതിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്ന സംഖ്യ 9ന്റെ ഗുണിതമാണ്. ഏത് സംഖ്യയിൽ നിന്നും അതിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ. എന്താണ് കാരണം? ഏത് സംഖ്യയും നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക? സംഖ്യ 9ന്റെ ഗുണിതവുമായി എഴുതി കൂടെ സംഖ്യ അക്കങ്ങളുടെ തുകയാണ് എഴുതുന്നത് അല്ലെ. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് എങ്ങനെ വരുന്നു നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോക്കൂ കുട്ടികളെ. ഓക്കെ, നമുക്ക് നോക്കാം. ഏത് സംഖ്യയും നമുക്ക് എഴുതിയാൽ, ഒരു ഉദാഹരണത്തിന് 64 എന്നുള്ള ഒരു സംഖ്യ എഴുതുന്നു. 64 എന്നുള്ള സംഖ്യനെ നമുക്ക് എങ്ങനെ എഴുതാം? 9 × 6 കൂട്ടണം 6 + 4. അതായത് 9 × ആദ്യത്തെ നമ്പർ അല്ലേ പ്ലസ് 6 + 4. അപ്പൊ ഇത് 9ന്റെ ഗുണിതമാണ്. ഇത് അക്കങ്ങളുടെ തുകയാണ്. അപ്പൊ എന്ത് പറയാൻ പറ്റും? അക്കങ്ങളുടെ തുക കുറക്കുന്ന. അപ്പൊ 64ൽ നിന്ന് അക്കങ്ങളുടെ തുക എത്രയാണ്? 6 + 4, അതായത് 10. 64ൽ നിന്ന് 10 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 54 കിട്ടും. 54 ആരുടെ ഗുണിതമാണ്? 9 × 6 ഗുണിതമാണ്. അപ്പോൾ ഈ അക്കങ്ങളുടെ തുകയിൽ നിന്ന് ഈ സംഖ്യ നമ്മൾ 9ന്റെ ഗുണിതവും അക്കങ്ങളുടെ തുകയുമായി എഴുതുകയും അക്കങ്ങളുടെ തുക കുറയ്ക്കുകയും ചെയ്താൽ, സബ്ട്രാക്ട് ചെയ്തിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ആരായിരിക്കും? 9ന്റെ ഗുണിതം ആയിരിക്കും. നോക്ക്, 64ൽ നിന്ന് സം ഓഫ് ഡിജിറ്റ്സ് 10 ആയിരുന്നു. ആ 10 ഞാൻ കുറച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 54 ആണ്. 54 9ന്റെ ഗുണിതമാണ്. അതാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അടുത്തത് നോക്കിക്കോളൂ. അപ്പൊ അതാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. രണ്ട് സംഖ്യകളുടെ അക്കങ്ങളുടെ തുക തുല്യമാണെങ്കിൽ, ശ്രദ്ധിച്ചാൽ, രണ്ട് സംഖ്യകളുടെ അക്കങ്ങളുടെ തുക തുല്യമാണെങ്കിൽ അവയുടെ വ്യത്യാസം 9ന്റെ ഗുണിതമാണ്. രണ്ട് വ്യത്യസ്ത സംഖ്യകളെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആ സംഖ്യകൾക്ക് അക്കങ്ങളുടെ തുക എങ്ങനെയായിരിക്കണം? തുല്യമായിട്ട് വരണം. നമുക്ക് അങ്ങനെയുള്ള രണ്ട് സംഖ്യകളെ നമുക്ക് എടുക്കാം. നോക്കൂ കുട്ടികളെ, 5, 4, 3 ഒരു സംഖ്യയാണ്. ഇനി ഇതേ എത്ര കിട്ടും? തുക എത്ര കിട്ടും? 5, 4, 9, 3, 12 കിട്ടും അല്ലെ. ഇതിന്റെ സം ഓഫ് ഡിജിറ്റ് നമുക്ക് ഇവിടെ എത്ര കിട്ടി? നമുക്ക് 5, 4, 9, 3, 12. അക്കങ്ങളുടെ തുക, അക്കത്തുക നമുക്ക് എത്ര കിട്ടി? 12 കിട്ടി. ഞാനിനി വേറൊരു സംഖ്യ എടുക്കുകയാണ്. പക്ഷെ അതിൻ്റെയും അക്കത്തുക എത്രയായിരിക്കണം? 12 ആയിരിക്കണം. നമുക്ക് അങ്ങനെയുള്ള ഒരു നമ്പർ ഞാൻ എടുക്കാം. 4, 7, 1. നോക്ക്, 4, 7, 11, 1, 12. ഇവിടെയും സം ഓഫ് ഡിജിറ്റ് എത്രയാ വരിക? സം ഓഫ് ഡിജിറ്റ് എത്രയാണ് വരിക? 4, 7, 11, 1, 12. ഇവിടെ ആദ്യത്തേലും 12, രണ്ടാമത്തേലും 12. ഇവരെന്താണ് പറഞ്ഞത്? അക്കങ്ങളുടെ തുക തുല്യമായ സംഖ്യകളിൽ ഒന്നിൽ നിന്ന് മറ്റേത് കുറച്ചാൽ അത് 9ന്റെ ഗുണിതമായിരിക്കുന്നതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് 543 നമുക്ക് എങ്ങനെ എഴുതാം? 543 നമ്മൾ 500 കൂട്ടണം 43 എന്ന് എഴുതാം. 500 കൂട്ടണം 43. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. 500 9 × 55. നമുക്ക് നമ്മൾ നേരത്തെ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. 2 പൂജ്യമുള്ള നമ്പറിനെ എഴുതുമ്പോൾ ഉള്ളത് 9 × 55 + 5. 500 കിട്ടി. പ്ലസ് 43 നമുക്ക് എങ്ങനെ എഴുതാം? 9 × 4 + 4 + 3 എന്ന് നമുക്ക് ഇയാൾ എഴുതാം. ഇനി അടുത്ത നമ്പർ ഞാൻ എഴുതാം. ഏതാണ്? 471. 471 എങ്ങനെ എഴുതാം? 400 + 71. 400 + 71. 400 എങ്ങനെ എഴുതാം? 9 × 44. 2 പൂജ്യം വരുമ്പോൾ 2 4 വരണം. പ്ലസ് 1 4 പ്ലസ് 9 ×
7 പ്ലസ് 7 പ്ലസ് 4 പ്ലസ് 7 പ്ലസ് 1. അപ്പൊ ഇവിടെ എത്ര വരിക? 5 പ്ലസ് 4 9 ഇൻറ്റു 7 പ്ലസ് 7 പ്ലസ് 1 7 പ്ലസ് 1. അപ്പൊ നമ്മൾക്ക് ആദ്യത്തെ ഇതിനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് എഴുതിയാൽ നമുക്ക് ഇങ്ങനെ കിട്ടും 9 ഇൻറ്റു 44 പ്ലസ് 9 ഇൻറ്റു 7 പ്ലസ് 4 പ്ലസ് 7 പ്ലസ് 1. ഞാൻ പറഞ്ഞുതരാം. 9 ഇൻറ്റു 44 ഇതാ ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് എന്താ? 9 ഇൻറ്റു 7 അത് ഇവിടെയുണ്ട്. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, 1 ഉണ്ട്, 7 ഉണ്ട്, 1 ഉണ്ട്. കറക്റ്റായി. രണ്ടാമത്തെ ഇനി അതേമാതിരി നമുക്ക് എഴുതിയാൽ എന്ത് കിട്ടും? 9 ഇൻറ്റു 55 പ്ലസ് 9 ഇൻറ്റു 4 പ്ലസ് 5 പ്ലസ് 4 പ്ലസ് 3. 5 ഇതാ ഇവിടെ 5 ഉണ്ട്, 5 ആയി. 4 പ്ലസ് 3 4 പ്ലസ് 3 4 പ്ലസ് 3. ഇനി എന്താ ചെയ്യേണ്ടത്? നോക്കൂ കുട്ടികളെ, 543 നിന്ന് 471 കുറക്കുമ്പോ ശ്രദ്ധിക്കേ, ഞാൻ മഷി മാറ്റിയിട്ട് ഞാൻ പറയാം. ഒന്ന് വ്യക്തമായി കാണാൻ ഞാൻ മഷീനൊന്ന് മാറ്റി. അപ്പൊ നമുക്ക് എന്താണ് വരിക എന്നറിയോ? നോക്കിയാൽ കുറക്കുമ്പോ ഈ 5 പ്ലസ് 4 പ്ലസ് 3 എത്രയാ വരിക? 5 4 9 3 12 കിട്ടും. ഈ 4 പ്ലസ് 7 പ്ലസ് 1 എത്ര കിട്ടും? അതും നമുക്ക് 12 തന്നെ കിട്ടും. അപ്പൊ ഈ 12ൽ നിന്ന് ഈ 12 നമുക്ക് കുറച്ച് പൂജ്യമായി മാറി, അതില്ലാതായി. ബാക്കി വരുന്നത് നോക്കിയാൽ 9 ഇൻറ്റു 55 അത് 9ന്റെ ഗുണിതമാണ്. 9 ഇൻറ്റു 4 അത് 9ന്റെ ഗുണിതമാണ്. അതിൽ നിന്ന് 9 ഇൻറ്റു 44 അതും 9ന്റെ ഗുണിതമാണ്. ഇത് 9 ഇൻറ്റു 7 അതും 9ന്റെ ഗുണിതമാണ്. അപ്പൊ ഇനി വേണമെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്താൻ ഈ എഴുതിയ സാധനങ്ങളെ 9 ഇൻറ്റു 55 9 ഇൻറ്റു 4 നമുക്ക് എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 55 പ്ലസ് 4 എന്ന് എഴുതാം. കാരണം 9 55 നോക്കി, 55 9 പിന്നെ എന്താണ് 4 9, അപ്പൊ 55 പ്ലസ് 4 അത് നമുക്ക് 9 ഇൻറ്റു 59 എഴുതാം. രണ്ടാമത്തത് 9 ഇൻറ്റു 44 9 ഇൻറ്റു 7 അത് രണ്ടും കൂടെ കൂട്ടിയാൽ 9 ഇൻറ്റു 44 പ്ലസ് 7 എന്ന് വരും. അതിന് നമുക്ക് 9 ഇൻറ്റു 51 എന്ന് എഴുതാം. അപ്പൊ ഇനി ഇതിൽ നിന്ന് ഇതങ്ങ് കുറക്കുക. കുറക്കുമ്പോൾ എന്ത് കിട്ടും? 9 ഇൻറ്റു 59 മൈനസ് 51 9 ഇൻറ്റു 50 അപ്പൊ എന്ത് കിട്ടും? 9 ഇൻറ്റു 8. അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടി? ഈ പറഞ്ഞതിൽ 543 471 കുറച്ചാല് കിട്ടുന്നത് 9ന്റെ ഗുണിതമായിട്ട് വരുന്നു എന്നുള്ളതാണ്. എന്താണ് അതിന്റെ കാരണം? അപ്പൊ ഇത്ര വിശദമായിട്ട് വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ 3 ഡിജിറ്റ് നമ്പറിനെ എടുത്തുകൊണ്ടാണ്, 3 അക്ക സംഖ്യ ഉദാഹരണമായി എടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 സംഖ്യകളുടെ അക്കങ്ങളുടെ തുക തുല്യമായാൽ, അതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അത് പഠിച്ചാൽ മതി. ഞാൻ നേരത്തെ ഈ എഴുതിയ പോലെ വിശദീകരണം നിങ്ങൾ പഠിക്കണമെന്നില്ല. ഈ കാര്യം പഠിക്കുക. 2 സംഖ്യകളുടെ തുക തുല്യമാണ്, അക്കത്തുക തുല്യമാണെങ്കിൽ സം ഓഫ് ഡിജിറ്റ്സ് ആർ ഈക്വൽ ഫോർ 2 നമ്പേഴ്സ്, then difference of the numbers is always multiple of 9. അക്കങ്ങളുടെ തുക തുല്യമായ 2 സംഖ്യകളുടെ വ്യത്യാസം എപ്പോഴും 9ന്റെ ഗുണിതമായിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ അതിവിടെ എഴുതിയിട്ടുണ്ട്. സം ഓഫ് 2 നമ്പേഴ്സ് ആർ ഈക്വൽ ആണെങ്കിൽ then the difference is a multiple of 9. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് മക്കൾ പഠിക്കേണ്ടത്. അല്ല ഞാൻ അപ്പുറം എഴുതിയ പ്രൂഫ് പഠിക്കാൻ കഷ്ടപ്പെടണം എന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്ന ചില കാര്യങ്ങളാണ്. നോക്കൂ കുട്ടികളെ, ഇവിടെയൊക്കെ ഒരുപാട് എക്സാമ്പിൾ, സബ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. നോക്ക്, ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. 41 മൈനസ് 14. എന്താ പ്രത്യേകത? ആദ്യത്തെ നമ്പറിൽ 41 ആണ്, രണ്ടാമത്തെ നമ്പറിൽ വരുന്നത് 14 ആണ്. ഇവിടെയും അക്കത്തുക 4 1 5 ആണ്, രണ്ടാമത്തേന്റെയും 5 ആണ്. അപ്പൊ ഒന്നിൽ നിന്ന് മറ്റൊന്ന് കുറച്ചാൽ നിർബന്ധമായും അത് 9ന്റെ ഗുണിതം ആയിരിക്കും. നോക്കാം, 41 14 കുറക്കുമ്പോൾ 27 കിട്ടി. 27 നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 9 9ന്റെ ഗുണിതം. 74 47 അക്കങ്ങൾ പരസ്പരം തിരിച്ചെഴുതിയതാണ് അല്ലെ? അപ്പൊ അക്കത്തുക തുല്യമായിരിക്കും, സം ഓഫ് ഡിജിറ്റ്സ് തുല്യമായിരിക്കും. അപ്പൊ അവയുടെ ഡിഫറൻസ് നോക്കിയാൽ 27. ആ 27 നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 9 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് പറയാൻ പറ്റും, ഏത് ഒരു നമ്പറിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയിട്ട് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എപ്പോഴും
9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 9ന്റെ മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കും. എങ്ങനെയാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ എ നമ്പർ ആൻഡ് ഇറ്റ്സ് റിവേഴ്സ് ഈസ് ഓൾവേസ് മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കും. അതായത് ഒരു സംഖ്യയും അത് തിരിച്ചെഴുതിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 9ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾ മനസ്സിലാക്കുക കേട്ടോ. 96, 69 അക്കം തിരിച്ചെഴുതിയല്ലേ, അത് 9ന്റെ ഗുണിതം ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഉള്ളത്. ഓക്കെ, ഇനി അതിലുള്ള എക്സസൈസ് നമുക്ക് നോക്കാം. ദ ഡിഫറൻസ് ഓഫ് എനി നമ്പർ ആൻഡ് ദ നമ്പർ ഗോട്ട് ബൈ റീഅറേഞ്ചിങ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഇൻ എനി മാനർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? മലയാളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് സംഖ്യയും അതിലെ അക്കങ്ങളുടെ ക്രമം ഏതെങ്കിലും രീതിയിൽ മാറ്റി എഴുതിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 9ന്റെ ഗുണിതമാണ്. എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. സം ഓഫ് ഡിജിറ്റ്സ് ഈക്വൽ ആയിരിക്കും. എന്താണ് അതിന്റെ റീസൺ? നമ്മൾ പറയാ അതിന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ റീസൺ എന്താണ് വരിക? ഇഫ് ഡിജിറ്റ്സ് ആർ in rearranged, if digits are rearranged, then if the digits are rearranged, then difference of two numbers is a multiple of 9. അത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിന്റെ റീസൺ എന്താണ്? എന്താ കാരണം? ഈ കാരണം പഠിക്കുക. സം ഓഫ് ഡിജിറ്റ്സ്, ഇതാണ് പഠിക്കേണ്ട. ഒന്നാമത്തെ ആൻസർ ഞാൻ ഈ ബ്രാക്കറ്റ് ഇടുന്നതാണ് പഠിക്കേണ്ടത്. സം ഓഫ് ഡിജിറ്റ്സ് ആർ ഈക്വൽ ഇൻ ബോത്ത് കേസസ്. രണ്ട് സന്ദർഭങ്ങളിലും അക്കങ്ങളുടെ തുക തുല്യമായിരിക്കും. ഏതാ രണ്ട് സന്ദർഭം? സംഖ്യയിലെ അക്കങ്ങൾ കൂട്ടിയാലും അതിലെ അക്കങ്ങൾ തിരിച്ചെഴുതിയിട്ട് ഏതെങ്കിലും രീതിയിൽ മാറ്റി എഴുതിയിട്ടുള്ളത് കൂട്ടിയാലും ഒരേ തുകയായിരിക്കും. ഒരേ തുകയാകുമ്പോ ഉള്ള പ്രത്യേകത എന്താ? നമ്മൾ നേരത്തെ അപ്പുറം പഠിച്ചിട്ടുണ്ട്. ഡിഫറൻസ് മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കും. അപ്പോൾ ബോത്ത് കേസസ്, therefore difference is a multiple of 9. Therefore difference is a മൾട്ടിപ്പിൾ ഓഫ് 9. ഇതാണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അതിന്റെ ഉത്തരമായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഇതാണ്. മലയാളത്തിൽ എങ്ങനെയാ പറയാ? അക്കങ്ങളുടെ രണ്ട് സന്ദർഭങ്ങളിലും എന്താ രണ്ട് സന്ദർഭം എന്ന് പറഞ്ഞാല്? നമ്പറിലും നമ്പർ തിരിച്ചെഴുതിയ സന്ദർഭങ്ങളിലും, തിരിച്ചിലല്ല മാറ്റം വരുത്തി എഴുതിയ സന്ദർഭങ്ങളിലും എന്താണ്? അക്കങ്ങളുടെ തുക തുല്യമാണ്. അക്കങ്ങളുടെ തുക തുല്യമാണ്. അതുകൊണ്ട് എന്ത് നമുക്ക് പറയാൻ പറ്റും? അതുകൊണ്ട് അവയുടെ വ്യത്യാസം 9ന്റെ ഗുണിതമാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കേസ് നമ്മൾക്ക് കറക്റ്റ് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ആ റീസൺ കറക്റ്റ് പഠിക്കണേ, എന്നാലേ അത് ശരിയാവുള്ളൂ. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോ. എന്തുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ഇപ്പൊ നമ്മൾ എഴുതി കഴിഞ്ഞു. ഏത് മൂന്നക്ക സംഖ്യയുടെയും അതിലെ അക്കങ്ങൾ തിരിച്ചെഴുതിയ സംഖ്യയുടെയും വ്യത്യാസം 99ന്റെ ഗുണിതമാണ്. അത് നമ്മൾക്ക് എക്സാമ്പിൾ എടുത്തിട്ട് നമുക്കൊന്നത് പരിശോധിക്കാം. ഏത് മൂന്നക്ക സംഖ്യയാണ് നമ്മളോട് പറഞ്ഞത്? 3 ഡിജിറ്റ് നമ്പർ ആണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആണ് ഇപ്പൊ ഞാൻ എഴുതാൻ പോകുന്നത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. ഓക്കെ, ഏത് 3 ഡിജിറ്റ് നമ്പറാണ്? അപ്പൊ നമുക്ക് ഒരു 3 ഡിജിറ്റ് നമ്പർ എഴുതാം. ഇപ്പൊ 423 ഒരു 3 ഡിജിറ്റ് നമ്പർ ആണല്ലോ. പിന്നെ അവരെന്താ പറഞ്ഞത്? അത് റിവേഴ്സ് ഓർഡറിൽ എഴുതണം അല്ലേ? അല്ല, അങ്ങനല്ലേ പറഞ്ഞത്? നമുക്ക് 3 ഡിജിറ്റ് നമ്പർ തിരിച്ചെഴുതിയിട്ട് ഏത് മൂന്നക്ക സംഖ്യയുടെയും അതിലെ അക്കങ്ങൾ തിരിച്ചെഴുതിയ സംഖ്യയുടെയും വ്യത്യാസം. അപ്പൊ അക്കങ്ങൾ തിരിച്ചെഴുതിയാൽ അതെങ്ങനെയാണ് വരിക? അക്കങ്ങൾ തിരിച്ചെഴുതിയാൽ 324 വരിക. ഓക്കെ,
അപ്പോൾ ഇതിലെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വരുന്നത് എന്താ? ഈ നമ്പറിന് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് 400 + 23. 400 + 23 എങ്ങനെ എഴുതാം? 9ന്റെ ഗുണിതത്തില് 9 × 44 + 4 + 9 × 2 + 9 × 2 + 2 + 3. 9 × 2 + 2 + 3. ഓക്കെ. എന്നാ കാരണം അതിന്റെ കാരണം ഈ 2 0 വരുന്നതിന് 9 × 44 + 4 എന്ന് വരും. പിന്നെയോ ഈ 2 അക്ക നമ്പർ വരുമ്പോൾ 2 ഡിജിറ്റ് നമ്പർ വരുമ്പോൾ 9 × ഫസ്റ്റ് ഡിജിറ്റ് കണ്ടില്ലേ? 9 × ഫസ്റ്റ് ഡിജിറ്റ് പ്ലസ് സം ഓഫ് ഡിജിറ്റ്സ് 2 + 3. അപ്പോൾ ഇതിനെ നമ്മൾക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതുമ്പോൾ 9 × 44 ഇവിടെയുണ്ട്, 9 × 2 ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടിയാൽ 9 × 44 2 കൂട്ടിയാൽ 46. 9 × 46 പ്ലസ് എന്ത് വരും? 4 + 2 + 3. സംശയമൊന്നും വേണ്ട. 4 ഇവിടെയുണ്ട്, 2 ഇവിടെയുണ്ട്, 3 ഇവിടെയുണ്ട്. 46 വരാനുള്ള കാരണം എന്താ? ഇവിടെ 44 ഉണ്ട്, ഇവിടെ 9 രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ. 324 നമുക്ക് എങ്ങനെ എഴുതാം? 300 + 24 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് കണ്ടോ? 9 × 33 + 3, അപ്പൊ 300 ആയി, പ്ലസ് 9 × 2 + 4. 9 × 2 + 4 ഇതാ. ഓക്കെ, കറക്റ്റ്. അപ്പൊ ഇതിനെ നമുക്ക് എഴുതുമ്പോൾ ഇവിടെ 9 33 ഉണ്ട്, 9 രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് 9 × 35 വരുമല്ലോ. ഇവിടെ 33 ഇവിടെ 2 കൂടെ കൂട്ടിയ 9 35 എണ്ണം ഉണ്ട്. ബാക്കി എന്താ വരിക? ഒരു 3 ഇവിടെ ഉണ്ട്. പിന്നെന്തുണ്ട്? 9 × 2 + 2 + 4 ഉണ്ട് കുട്ടികളെ. 9 × 2 + 2 + 4 വരണം. പിന്നെ ഒരു 2 + 4. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയല്ലോ. 3 + 2 + 4. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ പറഞ്ഞിരിക്കുന്ന 423 നിന്ന് 324 കുറക്കുമ്പോൾ ഇവിടെ നോക്കിയാൽ 4 × 2 6 3 9 ഉണ്ട്. ഇവിടെയോ 3 × 2 5 4 9. ഇതും കൂട്ടിയാൽ 9 കിട്ടും, ഇതും കൂട്ടിയാൽ 9 കിട്ടും. അപ്പൊ ഈ മുകളിലെത്തിയതിൽ നിന്ന് താഴെത്തത് കുറക്കുമ്പോൾ അത് 2 9 9 ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ വരിക? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 423 - 324 = 9 × ശ്രദ്ധിച്ചാൽ 9 × 46. ഇതാ 9 × 46 ഇതാ 9 × 46 - 9 × 35. മനസ്സിലായില്ലേ? ഈ മുകളിലുള്ള അതും ഈ താഴെയുള്ള അതും നമ്മൾ എഴുതിയാൽ മതി. അപ്പൊ ഇതിന് നമുക്ക് ചുരുക്കി എഴുതിയാൽ ഇവിടെ 46 9 ഉണ്ട്, 35 9 ഉണ്ട്. അപ്പൊ കുറച്ചാൽ 9 × 11 വരും. അപ്പൊ നോക്കിയും കുട്ടികളെ, 9 × 11 പറഞ്ഞാൽ എത്രയാണ്? 99 ആണ്. 99നെ നമുക്ക് എങ്ങനെ എഴുതാം? 99 × 1. അതായത് ഒരു 3 അക്ക സംഖ്യ തലതിരിച്ച് എഴുതിയിട്ട് റിവേഴ്സിൽ എഴുതിയിട്ട് സബ്ട്രാക്ട് ചെയ്താൽ അത് 99ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരിക. അതാണ് ആദ്യത്തെ ഒരു രണ്ടാമത്തെ ചോദ്യത്തിന്റെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ 735 നിന്ന് 537 കുറച്ചാല് അത് ഉറപ്പായിട്ടും ഏതിൻ്റെതായിരിക്കും? 99ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതിപ്പോ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 198 കിട്ടുക. 198 പറഞ്ഞ ആരാണ്? 2 × 99 ആണ്. ഏത് 3 ഡിജിറ്റ് അത് പഠിച്ചു നോക്കണേ. ഏത് 3 അക്ക സംഖ്യയിൽ നിന്നും അതിന്റെ റിവേഴ്സ് തലതിരിച്ചെഴുതിയ സംഖ്യ കുറച്ചാൽ അത് 99ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് എന്തുകൊണ്ട് എന്നുള്ള എക്സാമ്പിൾ ആണ് ഞാൻ അപ്പുറം നേരത്തെ കാണിച്ചു തന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ 99നെ ഗുണിച്ച സംഖ്യയും ആദ്യത്തെ 3 അക്ക സംഖ്യയിലെ അക്കങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഇതാ ഇപ്പൊ ഈ എഴുതിയതിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവും. നോക്ക്, ഇപ്പോ 4 × 99 എത്ര കിട്ടും നമുക്ക്? 4 × 99. 4 × 99 എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടുക 396 ആണ്. എന്താണ് ഇത്? ഇനി നോക്ക്, നിങ്ങൾ തന്നെ ഉത്തരം പറയണം. 7 × 99 വരല് 699.
3 അപ്പൊ എന്താണ് ബന്ധം? ഇനി വേറൊന്ന് പറയാ, 8 × 99 വരല് 792. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്താണ് 99 കൊണ്ട് ഗുണിക്കുമ്പോഴുള്ള സംഖ്യകളുടെ പ്രത്യേകത? ഗുണിച്ച് കിട്ടുന്നില്ല പ്രത്യേകത. നോക്കൂ കുട്ടികളെ, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ വരുന്നത് 3, ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ വരുന്നത് 6, ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ വരുന്നത് 7. ഇനി ശ്രദ്ധിക്ക് മറ്റൊരു കാര്യം, മിഡിലിൽ വരുന്നതെല്ലാം 9. ഓക്കെ, എല്ലാത്തിനും 9 വരിക. ഏത് ഒരു അക്കത്തിനെ കൊണ്ട് 99 കൊണ്ട് ഗുണിച്ചാൽ ആ മിഡിലിൽ വരുന്ന എപ്പോഴും 9 ആയിരിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത നോക്കിയാൻ, ഈ 3ഉം 6ഉം കൂട്ടി നോക്കിയാൻ 9 കിട്ടും. 7ഉം 2ഉം കൂട്ടി നോക്കുക 9 കിട്ടും. 6ഉം 3ഉം കൂട്ടി നോക്കുക 9 കിട്ടും. ഇത്രയും പ്രത്യേകതകളുണ്ട്. അപ്പൊ എന്തൊക്കെ പ്രത്യേകതകളുണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ, ഒന്നാമത്തെ കാര്യം മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ഉണ്ടാവൂല്ലേ, മൾട്ടിപ്ലൈയിങ് നമ്പർ, ഗുണിക്കുന്ന നമ്പർ അല്ലെ, മൾട്ടിപ്ലൈയിങ് നമ്പർ മൈനസ് ആ മൾട്ടിപ്ലൈയിങ് നമ്പറിൽ നിന്ന് 1 കുറച്ചതായിരിക്കും. എന്ത്? 1 കുറച്ചതായിരിക്കും. 1 ഈസ് ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ. ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഗുണിക്കുന്ന സംഖ്യയേക്കാൾ 1 കുറവായിരിക്കും. ഗുണിക്കുന്ന അക്കത്തേക്കാൾ 1 കുറവായിരിക്കും സംഖ്യയിലെ ആദ്യ സംഖ്യ. കുറവായിരിക്കും ആദ്യത്തെ സംഖ്യ, ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യത്തെ അക്കം. ഞാൻ എക്സാമ്പിൾ മനസ്സിലാക്കി തരാം. ഈ എഴുതിയതിന്റെ കാരണം എന്താണ്? ഗുണിക്കുന്ന സംഖ്യ 8 99 മൾട്ടിപ്ലൈ ചെയ്ത 8. അതിനേക്കാളും 1 കുറവാണ് നമ്മൾ 3 അക്ക സംഖ്യയിലത്തെ ആദ്യത്തെ സംഖ്യയാണ്. 7 ആണെങ്കിൽ അതിനേക്കാൾ 1 കുറവാണ് നമ്മുടെ 3 അക്ക സംഖ്യയിലെ ആദ്യത്തെ സംഖ്യയാണ്. ഇപ്പം മനസ്സിലായല്ലോ? അതാണ് അതിലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോ നമ്മൾക്ക് അവിടെ പറഞ്ഞ എന്താ, ഇതില് 99നെ ഗുണിച്ച സംഖ്യയും ആദ്യത്തെ 3 അക്ക സംഖ്യയിലെ അക്കങ്ങളും തമ്മിൽ എന്തൊക്കെ ബന്ധമുണ്ട്. പിന്നെ രണ്ടാമത്തെ ബന്ധം നമുക്ക് എന്താണ് എഴുതാൻ പറ്റുക? രണ്ടാമത്തെ ബന്ധം നമുക്ക് എഴുതാൻ പറ്റുന്നത് ഒന്നാമത്തെ അക്കം ഫസ്റ്റ് ഡിജിറ്റ് പ്ലസ് തേർഡ് ഡിജിറ്റ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും കൂട്ടി എത്ര കിട്ടും? 9. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? മിഡിൽ ഡിജിറ്റ്. മിഡിൽ ഡിജിറ്റ് ഓൾവേസ് എത്രയായിരിക്കും? 9. മലയാളത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാ. രണ്ടാമത്തെ കാരണം ഇങ്ങനെ പറയാ, ഒന്നാമത്തെ അക്കം അല്ലെങ്കിൽ ഫസ്റ്റ് അക്കം, ഫസ്റ്റ് എന്ന് വായിക്കൂലേ, ഫസ്റ്റ് അക്കം പ്ലസ് തേർഡ് അക്കം എത്രയായിരിക്കും? 9 ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ കാരണം ഞാൻ എന്താ പറഞ്ഞത്? നടുവിലെ അക്കം എപ്പോഴും ആരായിരിക്കും? എപ്പോഴും 9 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും പ്രത്യേകതകളാണ് അത് ഗുണിച്ചാലുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 99നെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയിലെ അക്കങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? നമ്മൾ ഇപ്പം എഴുതിയ അതേ കാരണം തന്നെ നമ്മൾ ഇതിനും എഴുതി വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ആ നേരത്തെ എഴുതിയിട്ടുള്ള അതേ ആൻസർ ഏതിനും കൂടെ എഴുതി വെക്കാം. മൂന്നാമത്തെ ചോദ്യത്തിനും നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. പിന്നെ അതിൽ ലാസ്റ്റ് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങള്? ഏതെങ്കിലും 3 അക്ക സംഖ്യയുടെയും അതിലെ അക്കങ്ങൾ തിരിച്ചെഴുതിയ സംഖ്യയുടെയും വ്യത്യാസം കണക്കാക്കുക. നോക്കിക്കോ, ഞാനിപ്പോ ഒരു നമ്പർ എഴുതുകയാണ്. നോക്ക്, 731. ഈ അതിലെ അക്കങ്ങൾ തിരിച്ചെഴുതുക. പിന്നീട് ആദ്യം 3 അക്ക സംഖ്യ എഴുതുക, അതിലെ അക്കങ്ങൾ തിരിച്ചെഴുതിയിട്ട് വ്യത്യാസം കാണുക, ഡിഫറൻസ് കാണുക. തിരിച്ചെഴുതിയ 137 വരിക. അപ്പൊ വ്യത്യാസം നോക്കിയാൽ 11 7 പോയാൽ 4, 9 6 1 പോയാൽ 5. പിന്നെന്താ പറഞ്ഞത്? ഈ വ്യത്യാസവും അതിലെ അക്കങ്ങൾ തിരിച്ചെഴുതിയ സംഖ്യയും കൂട്ടുക. അപ്പൊ എന്ത് ചെയ്യാ?
ഈ 594 കൂടെ അക്കങ്ങൾ തിരിച്ചെഴുത് 495. 594 റിവേഴ്സ് എഴുതിയാൽ 490. ഇത് രണ്ടും കൂട്ടുക. 4 5 9, 9 9 18, 1 5 6 4 19 10. അപ്പോൾ എന്താണ് പറഞ്ഞത്? കിട്ടിയ സംഖ്യ എന്താണ്? നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ അതിന്റെ നാലാമത്തെ ഇതിന്റെ ആൻസർ നമുക്ക് ആദ്യം കിട്ടി. എന്താണ്? 1089. പിന്നെ എന്താണ് പറയുന്നത്? മറ്റു ചില 3 അക്ക സംഖ്യകൾ എടുത്ത് ഈ ക്രിയ. ഇനി വേറെയും ഞാനിപ്പോ 731 എടുത്തത്. ഇനി വേറെയും 3 അക്ക സംഖ്യ എടുക്കാനാ പറഞ്ഞത്. ഞാൻ എഴുതാം 623 വിചാരിച്ചോ. അപ്പൊ തിരിച്ചെഴുതിയാല് എന്താ വരിക? 326. 13 6 പോയാൽ 7, 12 പോയാൽ 9, 5 3 പോയാൽ 2. കണ്ടോ? 297. എന്നിട്ട് ഇത് തിരിച്ചെഴുതുക. അപ്പൊ 792. കൂട്ടി നോക്കുക. 2 7 9, 9 18, 1 2 3 7 10. കണ്ടോ? 1080. അപ്പൊ 731 എടുത്തിട്ട് തിരിച്ചെഴുതി കൂട്ടി വ്യത്യാസം കണ്ട് കൂട്ടിയാലും ഈ 623 എഴുതി വ്യത്യാസങ്ങൾ കൂട്ടിയാലും എല്ലാം കിട്ടുന്ന 1089. ഇനി അടുത്ത നമ്മളോട് ചോദിക്കുകയാണ്, എപ്പോഴും 1089 കിട്ടുന്നുണ്ടോ? എല്ലായ്പ്പോഴും 1089 തന്നെയാണോ കിട്ടുക എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്കത് ചെക്ക് ചെയ്യാം. എല്ലായ്പ്പോഴും 1089 തന്നെയാണോ എന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം. വേറൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതാം. ഇപ്പം 747 ഒരു നമ്പർ തിരിച്ചെഴുതിയ എന്താ ഉണ്ടാവുക? 747. അപ്പോൾ അവരെന്താ പറഞ്ഞത്? അക്കങ്ങൾ തിരിച്ചെഴുതിയിട്ട് വ്യത്യാസം കാണാൻ. അപ്പോൾ നമുക്ക് 0 0 0 അല്ലേ വരിക? 0 അല്ലേ വരിക? അപ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല? 1089 കിട്ടില്ല. ഇനി വേറൊരു എക്സാമ്പിൾ പറയാ. 444 തിരിച്ചെഴുതിയാലോ? 444. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 0 ആണ് കിട്ടുക. 1089 കിട്ടില്ല. അപ്പൊ എന്താണ്? ഡു യു ഗെറ്റ് ഓൾവേസ് 1089 കിട്ടുമോ? അപ്പൊ ആൻസർ നമ്മൾ എഴുതും നോ. നോട്ട്. അപ്പൊ നോട്ട്. അപ്പൊ നമുക്ക് എന്തായി? കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതുക നോ എഴുതുക. അതായത് മലയാളത്തിൽ എഴുതുക ഇല്ല. എല്ലാ സമയത്തും 1089 കിട്ടില്ല. ഇനി ഫോർ ദ വാട്ട് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഡു യു ഗെറ്റ് എ ഡിഫറെന്റ് ആൻസർ? വ്യത്യാസമുള്ള ആൻസർ, അതായത് 1089 അല്ലാതെ വ്യത്യസ്തത വരുന്ന ആൻസർ കിട്ടുന്ന നമ്പറുടെ പ്രത്യേകത എന്താണ് പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത, സെയിം നമ്പർ ആണെങ്കിൽ 3 ഡിജിറ്റ് ഓൾ ഡിജിറ്റ്സ് ആർ ഈക്വൽ. ഓൾ ഡിജിറ്റ്സ് ആർ ഈക്വൽ വരുന്ന സമയത്ത് എന്ത് കിട്ടില്ല? നമുക്ക് എന്ത്? 1089 കിട്ടില്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഓൾ ഡിജിറ്റ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ എല്ലാ സംഖ്യയും എല്ലാ അക്കങ്ങളും ഒന്ന് തന്നെയായി, എല്ലാ അക്കങ്ങളും ഒരുപോലെയായാൽ, അല്ലെങ്കിൽ എല്ലാ അക്കങ്ങളും തുല്യമായാൽ നമുക്ക് എന്ത് കിട്ടില്ല? 1089 കിട്ടില്ല. ഓക്കെ ആണല്ലോ. അടുത്തത് വേറെ ഏതാ പറഞ്ഞത്? അടുത്ത കേസ് ഇത് മാത്രമല്ല, അടുത്തത് നമുക്ക് എഴുതാം. എന്താ അടുത്ത എഴുതേണ്ടത്? എന്താണ്? ഫസ്റ്റ് ഡിജിറ്റ് ആൻഡ് തേർഡ് ഡിജിറ്റ്സ് ആർ ഈക്വൽ. ഫസ്റ്റ് ഡിജിറ്റ് ആൻഡ് തേർഡ് ഡിജിറ്റ് ആർ ഈക്വൽ. ഒന്നാമത്തെയും മൂന്നാമത്തെയും അക്കങ്ങൾ തുല്യമായാൽ നമുക്ക് എന്ത് കിട്ടില്ല? ഡിഡിൻ ഗെറ്റ് സം ആസ് 1089. അതായത് ഒന്നാമത്തെയും ഒന്നും മൂന്നും അക്കങ്ങള് തുല്യമായാലും നമുക്ക് എന്ത് കിട്ടില്ല? 1089 കിട്ടില്ല. അപ്പൊ 1089 കിട്ടാത്ത സന്ദർഭങ്ങൾ ഏതെല്ലാന്ന്? 1089 കിട്ടില്ല. ഏത് സന്ദർഭങ്ങളില്? ഈ പറഞ്ഞിരിക്കുന്ന ഈ 2 സന്ദർഭങ്ങളിൽ. കുട്ടികൾക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇതാ 701ാമത്തെയും 3ാമത്തെയും തുല്യം വന്നാൽ 7 7 തുല്യം വന്നാലാവൂല. എല്ലാ നമ്പറും ഒരേപോലെ വന്നാലും എന്ത് കിട്ടില്ല? 1089 കിട്ടില്ല. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉദാഹരണങ്ങൾ എഴുതിയിട്ട് തന്നെ പഠിക്കുക.
മിടുക്കരാവുക. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ പല കുട്ടികൾക്കും മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവുന്നതുകൊണ്ടാണ് വിശദീകരിച്ച് ക്ലാസ് എടുത്തത്. നമുക്ക് പുതിയ ടോപ്പിക്കിൽ വീണ്ടും കാണാം. ബൈ.